ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സോഫ്റ്റായ വട്ടയപ്പമാണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച കുതിർത്തെടുത്ത അരിയാണ്. ഈ കപ്പിന് 2 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് 1 കപ്പ് തേങ്ങയും. ഇതിന്ന് കുറച്ച് അരി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതൊന്ന് ചെറിയ ചൂടിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വന്നോളൂ. ഇതിവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണിയാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാവ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള അരിയും തേങ്ങയും പാവും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ ബാക്കിയുള്ള അരിയും തേങ്ങയും അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം ഇടാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഒരു 5-6 മണിക്കൂർ ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വട്ടയപ്പം ചുട്ടെടുക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. സൈഡിലും എല്ലാം നല്ലോണം തടവി കൊടുക്കാം. എന്നാൽ മാത്രമേ അപ്പം ചുട്ടെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പറഞ്ഞു കിട്ടുള്ളൂ. പാത്രത്തിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്